പോസ്റ്റ്മോർട്ടം നടത്തിയെന്ന് വരുത്തി തീർക്കാൻ എന്തൊക്കെയോ എഴുതി വച്ചിരിക്കുന്നു, എന്തൊക്കെയോ ഇങ്ങനെ എഴുതി ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒമിഷൻ എന്ന് പറയുന്നത് ആന്തരാവയവങ്ങൾ വിശദ പരിശോധനയ്ക്ക് അയച്ചില്ല എന്നുള്ളതാണ്. നവീൻ ബാബുവിന് മേൽ ഒരു പോസ്റ്റ്മോർട്ടം നടക്കുകയുണ്ടായോ, അതോ പോസ്റ്റ്മോർട്ടം നടന്നു എന്ന് പറഞ്ഞുകൊണ്ട് എന്തെങ്കിലുമൊക്കെ എഴുതി കൂട്ടി കാണിച്ച് എന്തെങ്കിലും കെട്ടിപ്പൊക്കി ഉണ്ടാക്കുകയാണോ ചെയ്തത്? ഇതാണ് സംശയം. നമസ്കാരം. ADM നവീൻ ബാബുവിൻ്റെ മരണത്തിൻ്റെ അലയൊലികൾ അഥവാ അദ്ദേഹത്തിൻ്റെ കൊലപാതകത്തിൻ്റെ അലയൊലികൾ ഇനിയും കേരളത്തിൽ കെട്ടടങ്ങിയിട്ടില്ല. ADM നവീൻ ബാബുവിൻ്റെ മരണം ഉണ്ടാക്കിയ വേദനയും ഞെട്ടലും ഇനിയും കേരളീയ സമൂഹത്തിന് മറക്കാനായിട്ടില്ല. ADMൻ്റെ ദുരൂഹമായ മരണത്തിന് പിന്നിൽ എന്താണ് സംഭവിച്ചത്, അതൊരു കൊലപാതകം തന്നെയാണ് എന്ന നിഗമനത്തിൽ തന്നെയാണ് ഇപ്പോൾ പല നിയമവൃത്തങ്ങളും അതുപോലെ തന്നെ കേരളത്തിലെ പൊതുജനങ്ങളും ഇതുതന്നെയാണ് വിശ്വസിക്കുന്നത്. ADM നവീൻ ബാബുവിൻ്റെത് സ്വാഭാവിക മരണമല്ലെന്നും അത് ആത്മഹത്യയല്ല എന്നും അതിൽ തീർത്തും ദുരൂഹമായ പല സംഭവങ്ങളുണ്ട് എന്ന് കാണിച്ചുകൊണ്ട് കേരള പോലീസ് ഈ വിഷയം അന്വേഷിച്ചാൽ ഇതിലൊരു തുമ്പും ഉണ്ടാകാൻ പോകുന്നില്ല, ഒരു വിവരവും പുറത്തു വരാൻ പോകുന്നില്ല. സർക്കാരിൻ്റെ സ്ഥാപിത താല്പര്യക്കാരെ CPMൻ്റെ ചില ലോബികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി പോലീസും അന്വേഷണ ഉദ്യോഗസ്ഥന്മാരും ഒത്തുകളിക്കും, തെളിവുകൾ നശിപ്പിക്കും. അതുകൊണ്ട് കേരള പോലീസ് അന്വേഷിച്ചാൽ ഈ വിഷയത്തിൽ ഒരു എത്തും പിടിയും ഉണ്ടാകാൻ പോകുന്നില്ല, സത്യവസ്തുതകൾ ഒരിക്കലും പുറത്തു വരാൻ പോകുന്നില്ല എന്ന് കാണിച്ചുകൊണ്ട് ADM നവീൻ ബാബുവിൻ്റെ മരണത്തിൽ CBI അന്വേഷണം തന്നെ വേണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ADMൻ്റെ കുടുംബവും ഭാര്യ മഞ്ജുഷയും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഒരു ഹർജി സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഹർജിയിൽ വാദം കേട്ടതിന് ശേഷം മറ്റൊരു ദിവസത്തിലേക്ക് വിധി പറയുന്നതിന് വേണ്ടി ജസ്റ്റിസ് കൗസർ എടപ്പക്കത്ത് ഒരു അവധിക്ക് വച്ചിരിക്കുന്നു. എന്നാൽ ഇതിനിടയിൽ ദുരൂഹമായ പല സംഭവങ്ങളും ഈ മരണത്തെക്കുറിച്ച് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. പലരും ADM നവീൻ ബാബുവിനെ ഒരു പറ്റം ആളുകൾ കൊലപ്പെടുത്തിയതാണ് എന്ന് തന്നെ പറയുന്നു. ഇതിന് നിദർശനങ്ങളായ പല തെളിവുകളുമായി പല ദൃക്സാക്ഷികളും മുന്നോട്ട് വരികയുണ്ടായി. കണ്ണൂരിലുള്ള വീണാമണി എന്ന് പറഞ്ഞ ഒരു പൊതുപ്രവർത്തക ADM നവീൻ ബാബുവിനെ മുനീശ്വരൻ കോവിലിൻ്റെ ഭാഗത്തു നിന്ന് ചില ഗുണ്ടകൾ അല്ലെങ്കിൽ ഗുണ്ടകളെ പോലെ തോന്നിക്കുന്ന ചില ആളുകൾ ബലം പ്രയോഗിച്ച് ഒരു വണ്ടിയിൽ കയറ്റിക്കൊണ്ടു പോകുന്നത് കണ്ടു എന്ന് പറയുന്നു. അവർ മാത്രമാണിത് കണ്ടിരിക്കുന്നത്. ഇതിൻ്റെ വിശദാംശങ്ങൾ അവർ പോലീസിനോ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുമ്പിലോ കൊടുക്കും എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ സത്യാവസ്ഥ അവർക്ക് മാത്രം അറിയാവുന്ന കാര്യം തന്നെയാണ്. അത്തരം ചില വസ്തുതകൾ കൂടി വെളിവായിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ അവർ പറയുന്നതിൽ സത്യമുണ്ടെങ്കിൽ ADM നവീൻ ബാബുവിനെ ആരോ മനഃപൂർവ്വം തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയതാണ് എന്ന് വേണം വിശ്വസിക്കാൻ. ഇവിടെയാണ് പല ദുരൂഹമായ സംഭവങ്ങളും ചുരുളഴിയുന്നത്. ഇത് പലവട്ടം ഈ വിഷയം പല വീഡിയോകളിലായി ഞങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവച്ചിട്ടുള്ളതാണ്. അതായത് അതിൽ ഒന്നാമത്തെ വിഷയം ADM നവീൻ ബാബുവിൻ്റെ മൃതദേഹം ഇൻക്വസ്റ്റ് നടത്തിയപ്പോൾ വീട്ടുകാരുടെ സാന്നിധ്യമുണ്ടായിരുന്നില്ല. രണ്ടാമത് പോസ്റ്റ്മോർട്ടം നടത്തി കഴിഞ്ഞപ്പോൾ വീട്ടുകാരുടെ താല്പര്യപ്രകാരമല്ല പോസ്റ്റ്മോർട്ടം നടത്തിയത്. പരിയാരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം ഒരു കാരണവശാലും നടത്തരുതെന്ന് പറഞ്ഞു. വീട്ടുകാരെത്തുന്നതിന് മുമ്പ് പോസ്റ്റ്മോർട്ടം ചെയ്തു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം ചെയ്യണം എന്നുള്ളതായിരുന്നു അവരുടെ ബന്ധുക്കളുടെ താല്പര്യം. നവീൻ ബാബുവിനെ മരണത്തിലേക്ക് തള്ളിവിട്ടു എന്ന് പറയപ്പെടുന്ന ആളുകളുടെ ബന്ധുക്കൾ ജോലി ചെയ്യുന്ന സ്ഥലം തന്നെയാണ് പരിയാരം മെഡിക്കൽ കോളേജ്. അതായത് നവീൻ ബാബു കൈക്കൂലി വാങ്ങി എന്ന് പറയുന്ന സംഭവത്തിൽ ആസ്പദമായി പറയുന്ന ഒരു പെട്രോൾ പമ്പുമായി ബന്ധപ്പെട്ട് TV പ്രശാന്തൻ എന്ന് പറയുന്ന ഒരാളുടെ കാര്യം പറയുകയുണ്ടായി. അയാളുടെ പെട്രോൾ പമ്പിന് അനുമതി കൊടുക്കുന്നതിന് NOC കൊടുക്കുന്നതിന് വൈകിച്ചതിലാണ് ADM നവീൻ ബാബുവിന് 1 ലക്ഷം രൂപ 98,500 രൂപ അയാൾ കൈക്കൂലി കൊടുത്തത് എന്നൊക്കെ പറയുന്നു. അയാൾ ജോലി ചെയ്യുന്നതും പരിയാരം മെഡിക്കൽ കോളേജാണ്. നവീൻ ബാബുവിനെ ആക്ഷേപിച്ചു എന്ന് പറയുന്ന കൈക്കൂലിക്കാരനാണ് എന്ന് സഹപ്രവർത്തകരുടെയും കളക്ടറുടെയും മുമ്പിൽ വെച്ച് ആക്ഷേപിക്കുകയും അത് വീഡിയോയിൽ പകർത്തി ജനങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുകയും ചെയ്ത് മുൻ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ ഭർത്താവ് അജിത്ത് ജോലി ചെയ്യുന്നത് പരിയാരം മെഡിക്കൽ കോളേജിലാണ്. CPMന് നിർണായക സ്വാധീനമുള്ള ഒരു ഇടം തന്നെയാണ് പരിയാരം മെഡിക്കൽ കോളേജ്. മാത്രമല്ല ഈ പോസ്റ്റ്മോർട്ടം നടത്തിയ ഫോറൻസിക് സർജൻ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹെഡ് അദ്ദേഹവും CPM കാരനാണ്. അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ ബന്ധുക്കൾ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ഇതിൽ അടിമുടി ദുരൂഹത ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഇപ്പോഴും ചുരുളഴിയാതെ നിരവധി സംഭവങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അഥവാ ഓരോ ദിവസവും അനുദിനം നിരവധി ദുരൂഹമായ സംഭവങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ പൊതുകാര്യ പ്രസക്തനും മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയും പൊതുകാര്യ പ്രസക്തനുമായ അഡ്വക്കേറ്റ് KM ഷാജഹാൻ ചില വെളിപ്പെടുത്തലുകൾ നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് നടത്തുന്നു. അദ്ദേഹം പറയുന്നത് നവീൻ ബാബുവിൻ്റെ മൃതദേഹം ഒരു കാരണവശാലും പോസ്റ്റ്മോർട്ടം നടത്തിയിട്ടില്ല. പോസ്റ്റ്മോർട്ടം നടത്തി എന്നുള്ളത് ഒരു പുകമറ മാത്രമാണ്. അഥവാ പോസ്റ്റ്മോർട്ടം നടത്തിയിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും നവീൻ ബാബുവിൻ്റെ തലയോട്ടി തുറന്ന് പോസ്റ്റ്മോർട്ടം നടത്തിയിട്ടില്ല എന്ന് അഡ്വക്കേറ്റ് KM ഷാജഹാൻ തുറന്നു പറയുന്നു. തലയോട്ടി തുറന്ന്
പോസ്റ്റ്മോർട്ടം നടത്തുന്ന ഒരാളുടെ മൃതശരീരത്തിൽ കാണാവുന്ന ലക്ഷണങ്ങളായിരുന്നില്ല നവീൻ ബാബുവിൻ്റെ മൃതദേഹം പൊതുദർശനത്തിന് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കുറച്ച് സമയം വെച്ചപ്പോൾ കണ്ടപ്പോൾ മനസ്സിലായത് എന്നാണ് KM ഷാജഹാൻ പറയുന്നത്. സാധാരണഗതിയിൽ ഒരാളുടെ തലയോട്ടി തുറന്നുള്ള പോസ്റ്റ്മോർട്ടം നടക്കുകയാണെങ്കിൽ പിന്നീട് അത് മൂടിക്കെട്ടുമ്പോൾ തല മുതൽ താടി വരെ ഒരു വലിയ ബാൻഡേജ് ഇട്ട് കെട്ടി അത് അമർത്തി വച്ചിട്ടുണ്ടാകും, അല്ലെങ്കിൽ കൂട്ടി യോജിപ്പിച്ചിട്ടുണ്ടാകും. ഇങ്ങനെയൊന്നും തന്നെ നവീൻ ബാബുവിൻ്റെ മൃതദേഹത്തിൽ ഉണ്ടായിരുന്നില്ല. അത് കണ്ട് നമുക്കെല്ലാവർക്കും ആ മൃതദേഹത്തിൻ്റെ ദൃശ്യം കണ്ട ബഹുമാനപ്പെട്ട പ്രേക്ഷകർക്കും ഇതെല്ലാം ഓർക്കുന്നുണ്ടാവും. നവീൻ ബാബുവിൻ്റെ കഴുത്തിന് മുകളിലേക്ക് യാതൊരു തരത്തിലുള്ള ഭാവവ്യത്യാസങ്ങളും ഉണ്ടായിരുന്നില്ല. സാധാരണ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് തലയോട്ടി തുറന്ന് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ മൃതദേഹത്തിൽ തലയ്ക്ക് കുറുകെ താടി വരെ കെട്ടാറുള്ള ഒരു കെട്ടും അതിൽ കണ്ടില്ല. മാത്രമല്ല, നവീൻ ബാബുവിൻ്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ആന്തരികാവയവങ്ങൾ രാസപരിശോധനയ്ക്ക് അയക്കാതിരുന്നത്, രാസപരിശോധനയ്ക്ക് അയക്കുവാൻ വേണ്ടി മാറ്റിവെക്കാതിരുന്നത്? എന്തുകൊണ്ടാണ് വിഷാംശം ഉള്ളിൽ ചെന്നിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി ടോക്സിഫിക്കേഷൻ ടെസ്റ്റ് നടത്താതിരുന്നത് എന്തുകൊണ്ടാണ് എന്നൊക്കെയാണ് ഇപ്പോൾ അഡ്വക്കേറ്റ് KM ഷാജഹാൻ ചോദിക്കുന്നത്. ഇത് തന്നെയാണ് പല നിയമവൃത്തങ്ങളും ചോദിക്കുന്നത്. കൂടാതെ എന്തുകൊണ്ടാണ് ഇൻക്വസ്റ്റ് ചെയ്തതിൻ്റെ ഫോട്ടോകളും വീഡിയോകളും തയ്യാറാക്കാതിരുന്നത്? അങ്ങനെ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് അത് ADM നവീൻ ബാബുവിൻ്റെ കുടുംബത്തിന് കൊടുക്കാതിരുന്നത്? സാധാരണഗതിയിൽ പോലീസ് ഇൻക്വസ്റ്റ് തയ്യാറാക്കുമ്പോൾ അതിൻ്റെ വിശദമായ രീതിയിൽ വിവിധ ആംഗിളുകളിലുള്ള വിവിധ കോണുകളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ ചിത്രീകരിക്കേണ്ടതായുണ്ട്. അത് വീഡിയോ ആയിട്ടും നിശ്ചല ദൃശ്യങ്ങളായിട്ടും ഫോട്ടോ ആയിട്ടും ചിത്രീകരിക്കേണ്ടതുണ്ട്. അങ്ങനെ ഒരു ചിത്രീകരണം നടന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് നവീൻ ബാബുവിൻ്റെ കുടുംബത്തിന് കാണിച്ചിട്ടുണ്ടോ, നവീൻ ബാബുവിൻ്റെ കുടുംബത്തിന് അത് കിട്ടിയിട്ടുണ്ടെങ്കിൽ കൃത്യമായി അവരത് അഡ്വക്കേറ്റ് മുഖാന്തരം, അവരുടെ അഭിഭാഷകൻ മുഖാന്തരം ഹൈക്കോടതിയിലും അല്ല ഇനി സുപ്രീം കോടതിയിൽ പോകുന്നുണ്ടെങ്കിൽ അവിടെയുമെല്ലാം ഈ കേസന്വേഷണത്തിൻ്റെ ഭാഗമായി സമർപ്പിക്കപ്പെടേണ്ടതായിട്ടുണ്ട് എന്ന് തന്നെയാണ് അഡ്വക്കേറ്റ് KM ഷാജഹാൻ പറയുന്നത്. ഇതുപോലെ തന്നെയാണ് പോസ്റ്റ്മോർട്ടം നടത്തിയതിലും ചില അട്ടിമറികൾ നടന്നിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഒരാളുടെ പോസ്റ്റ്മോർട്ടം നടക്കുമ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് അസ്വാഭാവിക മരണമാണ് എന്നുണ്ടെങ്കിൽ പോസ്റ്റ്മോർട്ടം കൃത്യമായി തന്നെ വീഡിയോയിൽ പകർത്തണം എന്നുള്ള ചില ചട്ടങ്ങളുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മിക്കവാറും അസ്വാഭാവിക മരണം സംഭവിച്ച ആളുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ ഇവയെല്ലാം വിശദമായ രീതിയിൽ തന്നെ അത് ഷൂട്ട് ചെയ്ത് ചിത്രീകരിച്ച് സൂക്ഷിക്കാറുണ്ട്. കാരണം പിന്നീട് കേസിനാസ്പദമായ സംഭവങ്ങളിലേക്ക് ഈ വിഷയം നീങ്ങുകയാണെങ്കിൽ കേസിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായി ഇവയെല്ലാം തെളിവുകളുടെ ഭാഗമായി ഡിജിറ്റൽ തെളിവുകളായി സൂക്ഷിക്കേണ്ടത് തന്നെയാണ്. അങ്ങനെയെങ്കിൽ കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജിൽ ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹെഡ് TV പ്രജിത്താണോ പോസ്റ്റ്മോർട്ടം ചെയ്തത് നവീൻ ബാബുവിൻ്റെ മൃതദേഹം, അഥവാ TV പ്രജിത്തിൻ്റെ ഏതെങ്കിലും അസിസ്റ്റന്റ് സർജനാണോ പോസ്റ്റ്മോർട്ടം ചെയ്തത് എന്നുള്ളത് അറിയില്ല. എന്തായാലും ഇവർ പോസ്റ്റ്മോർട്ടം നടത്തിയിട്ടുണ്ടെങ്കിൽ ആ പോസ്റ്റ്മോർട്ടത്തിൻ്റെ വിശദമായ റിപ്പോർട്ടും അതോടൊപ്പം തന്നെ പോസ്റ്റ്മോർട്ടം ചിത്രീകരിച്ചതിൻ്റെ വീഡിയോയും കാണേണ്ടത് തന്നെയാണ്. അങ്ങനെയെങ്കിൽ ആ വീഡിയോ നവീൻ ബാബുവിൻ്റെ കുടുംബത്തിന് കൈമാറേണ്ടത് നിയമപരമായ ഒരു ആവശ്യം തന്നെയാണ് എന്ന് തന്നെയാണ് അഡ്വക്കേറ്റ് KM ഷാജഹാൻ തുറന്നടിക്കുന്നത്. ഇത് ഇവർ നവീൻ ബാബുവിൻ്റെ കുടുംബത്തിന് നൽകിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഇനിയുള്ള അന്വേഷണങ്ങൾക്ക് നിർണായകമായ തെളിവായി മാറും. ഇത് കൃത്യമായി പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഇവർക്ക് കൈമാറിയിട്ടുണ്ടോ ഇല്ലയോ, ആശുപത്രിയിൽ നിന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അതിൻ്റെ വിശദമായ രേഖകൾ കൈമാറുന്ന കൂട്ടത്തിൽ അതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ കൂടി കൈമാറിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ചോദിക്കേണ്ടത് തന്നെയാണ്, അന്വേഷിക്കേണ്ടത് തന്നെയാണ്, കണ്ടെത്തേണ്ടത് തന്നെയാണ് എന്നാണ് KM ഷാജഹാൻ പറയുന്നത്. അതായത് നവീൻ ബാബുവിൻ്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടുണ്ടെങ്കിൽ പോസ്റ്റ്മോർട്ടം ചെയ്തു എന്ന് വരുത്തി തീർക്കുവാനുള്ള ഒരു അഴകുഴമ്പൻ മട്ടിലുള്ള പോസ്റ്റ്മോർട്ടം തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ആന്തരികാവയവങ്ങൾ എടുത്ത് പരിശോധനയ്ക്ക് അയച്ചിട്ടില്ല, മാറ്റിവെച്ചിട്ടില്ല. ഇതുപോലുള്ള ഒരുപാട് ന്യൂനതകൾ ഇതിൽ സംഭവിച്ചിട്ടുണ്ട്. തലയോട്ടി തുറന്ന് ഒരു കാരണവശാലും നവീൻ ബാബുവിൻ്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്തതായ യാതൊരു ലക്ഷണങ്ങളും മൃതദേഹത്തിൽ കാണുന്നില്ല എന്ന് പറയുമ്പോൾ ഇതൊരു കബളിപ്പിക്കൽ തന്നെയായിരുന്നു. നവീൻ ബാബു ആത്മഹത്യ ചെയ്തതാണ് എന്ന് പോലീസ് FIR-ലും കോടതിയിലും നൽകിയിരിക്കുന്ന സത്യവാങ്മൂലം കൃത്യമായി പോസ്റ്റ്മോർട്ടത്തിലും പാലിക്കപ്പെടുന്ന രീതിയിൽ, അഥവാ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറോട് ഇത് ആത്മഹത്യയാണ്, അതുകൊണ്ട് കൂടുതൽ പോസ്റ്റ്മോർട്ടങ്ങൾ ഒന്നും വേണ്ട, കൂടുതൽ പരിശോധനകൾ വേണ്ട എന്ന് പറയുന്ന തരത്തിൽ പറഞ്ഞ് ചെയ്യിപ്പിച്ച തരത്തിലുള്ള പോസ്റ്റ്മോർട്ടം മാത്രമാണ് ഇവിടെ നടന്നിട്ടുള്ളത് എന്ന് തന്നെയാണ് അഡ്വക്കേറ്റ് KM ഷാജഹാൻ പരാമർശിക്കുന്നത്. ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇത്തരം കാര്യങ്ങൾ പറഞ്ഞത്. KM ഷാജഹാൻ ഒരു മാധ്യമത്തിന് നവീൻ ബാബുവിൻ്റെ പോസ്റ്റ്മോർട്ടത്തെക്കുറിച്ച് വിശദമായി സംസാരിച്ചതിൻ്റെ പ്രസക്തമായ ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. ഇവിടെ അഡ്വക്കേറ്റ് KM ഷാജഹാൻ്റെ ആ ചെറിയ ഒരു ക്ലിപ്പ് കൊടുക്കണം. ഓക്കെ. ജില്ലാ ഭരണകൂടത്തിലെ രണ്ടാമത്തെ ഉദ്യോഗസ്ഥനായിരുന്നു നവീൻ ബാബു. അങ്ങനെയുള്ള ഒരു സുപ്രധാന ആളുടെ മേൽ ഇങ്ങനെ ആയിരുന്നുവോ ഒരു പോസ്റ്റ്മോർട്ടം നടത്തേണ്ടിയിരുന്നു? നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. അല്ല എന്ന് വ്യക്തമാകുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പോസ്റ്റ്മോർട്ടം
യഥാർത്ഥത്തിൽ നടത്തുന്നതിന് പകരം നടത്തിയെന്ന് വരുത്തി തീർക്കുകയും ആ വരുത്തി തീർക്കുന്നതിന് വേണ്ടി ആ വരുത്തി തീർത്തതെല്ലാം തന്നെ അയാൾ ആത്മഹത്യ ചെയ്തതാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയായിരുന്നു എന്ന് വളരെ വ്യക്തം. പ്രീ മോട്ടിവേറ്റഡ് ആയിരുന്നു, ഞാൻ പറഞ്ഞതുപോലെ പ്രീ മെഡിറ്റേറ്റഡ് ആയിരുന്നു ഈ പോസ്റ്റ്മോർട്ടം എന്ന് എനിക്ക് സൂചിപ്പിക്കുക. കാരണം പി ദിവ്യ ദുരുദ്ദേശപരമായി പ്രസംഗിച്ചു, അത് കേട്ട് നവീൻ ബാബു ആത്മഹത്യ ചെയ്തു എന്ന് നേരത്തെ തന്നെ പറഞ്ഞു വെച്ചിരുന്നല്ലോ. അപ്പം അത് ഈ പറഞ്ഞ പോലെ അരക്കിട്ടുറപ്പിക്കുക എന്നുള്ളതായിരുന്നു ഈ പോസ്റ്റ്മോർട്ടത്തിന്റെ ലക്ഷ്യം എന്നുള്ളത് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകളും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ, സിദ്ധാർത്ഥന്റെയും നവീൻ ബാബുവിന്റെയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ നവീൻ ബാബുവിന് മേൽ പോസ്റ്റ്മോർട്ടം നടന്നിട്ടുണ്ടോ എന്നുള്ള സംശയം പോലും ഉയരുക സ്വാഭാവികം.